ധാവണിയോ? അയ്യോ, അതെങ്ങനെ ശരിയാകും ഏട്ടാ? ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതല്ലേ? അതൊന്നും സാരമില്ല, നീ നാളെ ധാവണി ഇട്ടുകൊണ്ട് വന്നാൽ മതി കല്യാണത്തിന്. ഷൂ, അപ്പോൾ ദേവു, അവൾക്ക് സങ്കടമാവും. അവളോട് പറയാം ധാവണി കൊടുക്കാൻ. അവൾ ഉടുക്കുവാവോ? ആകെയുള്ളത് ഒരു പഴയതാണ് താനും. അത് മതി പെണ്ണേ, നീ ഇന്ന് പോയി അതെടുത്ത് നോക്കാം. എന്നാലും അശോകേട്ടാ, ഒരെന്നാലും ഇല്ല. നിനക്ക് പുതിയത് വാങ്ങണോ? നമുക്ക് ടൗണിൽ വരെയും പോയി നോക്കാം. വേണ്ട വേണ്ട, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അവൾ പെട്ടെന്ന് പറഞ്ഞു. നല്ല കാറ്റല്ലേ? എങ്ങും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. എന്തു ഭംഗിയാണെന്ന് നോക്കിയേ കാണാൻ. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി. കണ്ണെത്താ ദൂരം നീണ്ടു കിടക്കുന്ന പുഞ്ചപ്പാടം നോക്കി അശോക് പറഞ്ഞു. ഇതിപ്പോൾ കൊയ്ത്തടുത്തില്ലേ ഏട്ടാ? കുറച്ചുകൂടെ മുന്നേ ആയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. അശോക് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. ഇവിടെ ഒന്ന് വണ്ടി നിർത്ത അശോകേട്ടാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ലച്ചു അവൻ്റെ പുറത്ത് തുരുതുരെ ഇടിച്ചു. ഓ എടി, ഞാൻ ഈ വണ്ടി ഒന്ന് നിർത്തട്ടെ. നീ കുറച്ചു മുൻപേ എന്തു തരാമെന്ന് പറഞ്ഞതല്ലേ? അതിനുള്ളൊരു സ്ഥലം നോക്കുക ഞാൻ. അശോക് അതും പറഞ്ഞുകൊണ്ട് വണ്ടി ഒതുക്കി. അയ്യടാ, ഇയാളുടെ ആഗ്രഹം കൊള്ളാലോ. ഞാനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല കേട്ടോ. നീ പറഞ്ഞെന്നോട്, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വിശദീകരിക്കാം പോരെ? അതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി, വേണ്ടാത്ത വർത്താനൊന്നും പറയണ്ട. ലച്ചു ഗൗരവത്തിലാണ്. രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ശരി, അങ്ങനെയാവട്ടെ. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൻ ചിരിച്ചു പോയിരുന്നു. ഇനി പറ, എന്താ എൻ്റെ പെണ്ണ് എന്നോട് പറയാനുള്ളത്? അശോക് അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചപ്പോൾ അവൾക്ക് ചെറുതായി നാണം വന്നു. അപ്പോഴേക്കും അവളുടെ മുഖം അരുണശോഭയായിരുന്നു. ആരോരും അറിയാതെ എത്ര നാൾ നമ്മുടെ പ്രണയം ഒളിപ്പിച്ചു വെച്ചില്ലേ ഏട്ടാ? ഇത് ഇത്രടം വരെയായി. ഇനി മുൻപോട്ട് എങ്ങനെയാകുമാവോ? ലച്ചു ആലോചനയിൽ മുഴുകി. എന്താവാൻ, നിനക്ക് വിവാഹം ആലോചിക്കുമ്പോൾ ഞാനിങ്ങി പറഞ്ഞെത്തും. വീട്ടിൽ സംസാരിക്കും, എല്ലാവരെയും കൊണ്ട് സമ്മതിപ്പിക്കും. അത്രയും കാര്യത്തിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ലച്ചു? അവൻ അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അച്ഛനാണ് വിളിക്കുന്നത്. ഹലോ. അച്ഛാ, ഞാൻ ഇപ്പോൾ വരാം. ലച്ചുവിനെ ഒന്ന് വീട്ടിൽ വിടുന്ന താമസം മാത്രമേ ഉള്ളൂ. എടി വേഗം കയറ്, അച്ഛനാണ് വിളിച്ചത്, നമുക്ക് പോകാം. എന്നോട് അത്യാവശ്യമായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് ബൈക്കിൽ കയറി. ഷോ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ആറ്റുന്നതിരുന്ന് കാണാൻ പറ്റിയത് ഇന്നാണ്. അപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. ലച്ചു വിഷമത്തോടെ പറഞ്ഞു. എടി പെണ്ണേ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ധർമ്മസംഗ്രതയിലാക്കരുത്. നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമായിപ്പോയില്ലേ? അവൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു. ഈ താടി ഒന്ന് ഷേവ് ചെയ്ത് കളയട്ടാ, ഇത് എന്തൊരു കോലമാ? ലച്ചു അവനോടായി പറഞ്ഞു. എടി, ഇതിനെന്താ കുഴപ്പം? ഓഫീസിലെല്ലാവർക്കും ഇഷ്ടം എൻ്റെ ഈ താടിയാണ്. ഇതൊരു കാരണവശാലും എടുത്തു കളരുന്നതാണ് പെൺകുട്ടികളെല്ലാവരും എപ്പോഴും പറയുന്നത്. പെങ്ങളുടെ കല്യാണത്തിന് ആങ്ങളെ വയക്കിൽ നിന്ന് കാലൊടിഞ്ഞു വീണ് കിടക്കുന്നത് കാണണോ? ലച്ചു അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യോ ചതിക്കല്ലേ പൊന്നെ, ആകെയുള്ളൊരു പെങ്ങളുടെ വിവാഹമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണേലും ആയിക്കോ. അശോക് അവൻ്റെ ലച്ചുവിനെയും കൂട്ടി വണ്ടി ഓടിച്ച് മുൻപോട്ട് പോയി. ലച്ചുവിനാണെങ്കിൽ വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി ഇറക്കി വിട്ടിട്ട് അശോക് പിന്നെയും കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ചുരിദാർ കിട്ടിയോടി ലച്ചു, പാകമാണോ? നീലിമ ഓടി വന്ന് ലച്ചുവിൻ്റെ അരികത്തായി നിന്നു. കിട്ടി, ഇതാണ്. നീ നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്, കൊള്ളാമോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ കവർ എടുത്ത് തുറന്നു കാണിച്ചു. ആ സമയത്താണ് നീലിമയുടെ അമ്മാവനും കുടുംബവും ഒക്കെ എത്തിച്ചേർന്നത്. എടി ലച്ചു, ഞാൻ നോക്കിക്കോളാം കേട്ടോ, ഇതിവിടെ ഇരുന്നോട്ടെ. രാജമ്മാമയും അമ്മായിയും ഒക്കെയാണെന്ന് തോന്നുന്നു വന്നത്. ഞാൻ ഒന്ന് ചെന്ന് മുഖം കാണിച്ചിട്ട് ഓടി വരാം. ഇല്ലെങ്കിൽ പിന്നെ അമ്മായിക്ക് അത് മതി പിണങ്ങാൻ. നീ ചെന്ന് അവരോടൊക്കെ സംസാരിക്കുക, നമുക്ക് ചുരിദാർ പിന്നെ കാണാം. അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ലച്ചു പറഞ്ഞു. ലച്ചു ചേച്ചി, എന്താ ദേവൂട്ടി? ചേച്ചി എപ്പോഴാണ് വന്നേ? ഒരു 5 മിനിറ്റ് ആയതോളൂ. ചേച്ചിക്ക് ഇഷ്ടമായോ സ്റ്റിച്ച് ചെയ്തത്? കുഴപ്പമില്ല ദേവൂട്ടി, ഇഷ്ടമായി. ചേച്ചി, നമുക്കിറങ്ങിയാലോ? നേരം ഒരുപാട് വൈകി. ഇനി പോയിട്ട് കുളിച്ച് റെഡിയായി വൈകുന്നേരം വരേണ്ടതല്ലേ? ദേവു അത് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് അശോക് അവിടേക്ക് കയറി വന്നത്. ഇത്ര പെട്ടെന്ന് മടങ്ങി വന്നോ എന്നൊരു ഭാവത്തിൽ ലച്ചു അവനെ നോക്കി. അതിനു മറുപടിയായി അവൻ അവളെ ഒന്ന് കണ്ണിറക്കി കാണിച്ചു. എന്താ ദേവുട്ടി, ഇവിടെ ഒരു ചർച്ച? അങ്ങനെയൊന്നുമില്ല അശോകേട്ടാ, നാളെ കല്യാണത്തിനായി ഇടാനുള്ള ചുരിദാർ ചേച്ചി മേടിച്ചു കൊണ്ടുവന്നത് നോക്കുമായിരുന്നു, അവൾ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. അപ്പോഴേക്കും നീലിമ ദേവുവിനെ ഉറക്ക വിളിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ലച്ചു, നിങ്ങൾ ചുരിദാറൊന്നും വേണ്ട കേട്ടോ, വല്ല ധാവണിയോ സാരിയോ ഇടാൻ നോക്ക്. അതൊക്കെയല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്? ലച്ചുവിനെ നോക്കി അശോക് ചോദിച്ചു. അതാണ് കറക്റ്റ്, അത് മതി ലച്ചു. നീ വീണയുടെ കല്യാണത്തിന് തയ്പ്പിച്ച ധാവണിയില്ലേ, അത് മതി. അതാവുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ദേവുവിനെ തിരഞ്ഞ് അകത്തേക്ക്
ഇതിപ്പോൾ ദേവൂട്ടിയെടുത്ത് തയ്പ്പിച്ചിട്ട് ഞാൻ അവളോട് ചോദിക്കട്ടെ നീലിമേ. ലച്ചു ചിന്താധീനിയായി അശോകനെ നോക്കി. ഞാൻ പറയാം ദേവൂട്ടിയോട്, അവൾ എതിർത്തൊന്നും പറയില്ല, എനിക്കുറപ്പാ. എവിടെ ദേവൂട്ടി? നീ വിളിക്കുന്നത് കേട്ടുകൊണ്ട് അവൾ അവിടേക്ക് ഇറങ്ങി വന്നിരുന്നല്ലോ. ഓ, എങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം. ദേവു, നീലിമ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. ലച്ചുവും അശോകും മാത്രമായി ഇപ്പോൾ മുറിയിൽ. ലച്ചു ഏതോ മാഗസിൻ മറിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ലച്ചുവിൻ്റെ പിൻകഴുത്തിൽ അശോകിൻ്റെ ശ്വാസം തട്ടിയതും അവൾ ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം കൊണ്ട് അവൻ അവളെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി. അശോകേട്ടാ, ആരെങ്കിലും കാണും, വിട്. ലച്ചു നിന്ന് കിതച്ചു. അപ്പോഴേക്കും അവന് കുറച്ചുകൂടി അവളുടെ ശരീരം തന്നിലേക്ക് അമർത്തിയിരുന്നു. പെട്ടെന്ന് അവൾ തൻ്റെ ഇരു കൈകളും കൊണ്ട് അവനെ തള്ളി മാറ്റുവാൻ ശ്രമിച്ചു. അശോകേട്ടാ, വിട്. വിടാം, പക്ഷെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം വേഗം തന്നിട്ട് ഇറങ്ങിപ്പോക്കോ. അവൻ അവളുടെ കാതിലേക്ക് മെല്ലെ മന്ത്രിച്ചു. അശോകേട്ടാ, എന്താ ഇത്? ദേവൂട്ടിയോ നീലിമേ കയറി വരും. ആരെങ്കിലും കാണുന്നുണ്ടോ ഭഗവാനെ? പിറുപിറുത്തുകൊണ്ട് അവൾ ഇടം കണ്ടിട്ട് എല്ലായിടത്തും നോക്കി. സംശയദൃഷ്ടി പക്ഷേ അവൾക്ക് എങ്ങും കണ്ടെത്താനായില്ല. അശോക് അവളുടെ കവിളിലൊന്ന് അമർത്തി ചുംബിച്ച ശേഷം വേഗം മുറി വിട്ടിറങ്ങിപ്പോയിരുന്നു. അപ്പോഴേക്കും ലച്ചു, ഇനി വീട്ടിലേക്കൊന്നും പോകണ്ട കേട്ടോ, അതിനുള്ള സമയമില്ല. മുറിയുടെ വാതിൽക്കലെത്തിയ ശേഷം പിന്തിരിഞ്ഞു നിന്ന് അശോക് അവളോട് പറഞ്ഞു. ദേവുവും നീലിമയും കൂടി മൈലാഞ്ചി ഇടുവാനായി വന്ന പെൺകുട്ടിയുമായി ലച്ചുവിൻ്റെ അടുത്തേക്ക് അപ്പോഴേക്കും വന്നു. ലച്ചു, ഇതാണ് ഫാത്തിമ, ഇവളാണ് മെഹന്തി ഇട്ട് തരുന്നത്. നീലിമ അവളെ അവർക്ക് രണ്ടാൾക്കും പരിചയപ്പെടുത്തി. ദേവു, നീ അമ്മയോട് വിളിച്ചു പറയാ അച്ഛനും അമ്മയും കൂടി വൈകിട്ട് ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് മൈലാഞ്ചി കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് എപ്പോഴാണ് തിരിച്ചു വരുന്നത്? നേരെ ഇത്രയായില്ലേ? ലച്ചു പറഞ്ഞപ്പോൾ നീലിമയും അവളുടെ അമ്മയും കൂടി ലച്ചുവിനെ പിന്താങ്ങി. ദേവു ഉടൻ തന്നെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ വൈകിട്ട് മാധവ വാര്യരും ഭാര്യയും എത്തി. ആഘോഷങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. നന്ദൻ്റെ കണ്ണുകൾ ലച്ചുവിലാണ്. അവൾ നോക്കുമ്പോഴെല്ലാം അവൻ ലച്ചുവിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലച്ചു പക്ഷേ മുഖം വെട്ടിത്തിരിച്ചു. ലച്ചുവിന് എന്തോ വല്ലാത്ത വിരോധം തോന്നിയിരുന്നു അവനോട്. നോക്കുന്ന നോട്ടം കണ്ടില്ലേ? ഇടയ്ക്കെല്ലാം അവൾ അശോകനോട് ആ കാര്യം വന്ന് പറയുന്നുണ്ട്. അവനും അത് അറിയാമെങ്കിലും ഇപ്പോൾ ഒന്നും മേലാത്ത അവസ്ഥയിലാണ്. നീ അവനെ മൈൻഡ് ചെയ്യണ്ട, അപ്പോഴേക്കും അവൻ നോട്ടം മാറ്റിക്കോളും. അതുമാത്രമേ അപ്പോൾ അശോകൻ അവളോട് പറയാൻ പറ്റിയുള്ളൂ. അതിനു മറുപടിയായി അവൾ ഇടയ്ക്ക് അശോകൻ്റെ കൈത്തണ്ടയിലൊന്ന് അമർത്തി നുള്ളി വേദനിപ്പിച്ചു. മൈലാഞ്ചി കല്യാണം കഴിഞ്ഞപ്പോഴേക്കും രാത്രി 9:30 മണിയായിരുന്നു. ഇടയിൽ ദേവുവും നന്ദൻ്റെ അമ്മയും ഒക്കെയായി നല്ല കമ്പനിയായിരുന്നു. നന്ദനും ദേവുവിനോട് അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. നന്ദൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് ദേവുവിന് അപ്പോൾ തോന്നിയത്. എന്നാൽ നന്ദുവിനെ പുകഴ്ത്തിയുള്ള ദേവുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ലച്ചുവിന് ചൊറിഞ്ഞു കയറി. ദേഷ്യം ഉള്ളിൽ അമർത്തി അവൾ ദേവുവിനെ നോക്കി. രാത്രി 10 മണിയോടുകൂടി കൂട്ടുകാരികൾ രണ്ടുപേരും നീലിമയോട് യാത്ര പറഞ്ഞു പോകാൻ ഇറങ്ങി. ലച്ചു, നാളെ നീ മഞ്ഞ കളറുള്ള ധാവണി എടുത്തോണം, അശോക് അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. കുറുമ്പുള്ളൊരു നോട്ടമായിരുന്നു ലച്ചു അവനായി കൊടുത്ത മറുപടി. പിറ്റേ ദിവസം കാലത്തെ തന്നെ ലച്ചു എഴുന്നേറ്റു. അവൾ കുളിക്കുവാനായി ചെന്നപ്പോൾ ദേവ് കുളി കഴിഞ്ഞിറങ്ങി വരുന്നുണ്ട്. നീ ഇത്ര നേരത്തെ കുളിച്ചോ ദേവുട്ടി? ലച്ചു അവളെ നോക്കി. ഈ മുടിയെല്ലാം ഉണങ്ങാണ്ട് എങ്ങനെയാ ചേച്ചി? അതുകൊണ്ട് ഞാൻ നേരത്തെ കുളി കഴിഞ്ഞു. ദേവു ഈറൻ മുടി ഉണങ്ങിയൊരു തോർത്തുകൊണ്ട് ചുറ്റി കെട്ടിവെച്ചു. നീ ആ ദാവണി രണ്ടും എടുത്ത് അയൺ ചെയ്യണേ. നീലു അതിടാനല്ലേ പറഞ്ഞത് ഇന്നലെ? ചേച്ചി, ഞാൻ അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അയൺ കൂടി ചെയ്താൽ മതിയാവും. ദേവു അകത്തേക്ക് പോയി. കുളിയൊക്കെ കഴിഞ്ഞ് ലച്ചുവും വേഗത്തിൽ ഇറങ്ങി വന്നു. ഡ്രയർ ഉപയോഗിച്ചാണ് അവൾ തൻ്റെ മുടി ഉണക്കിയത്. ദേവൂട്ടിയോട് പറഞ്ഞപ്പോൾ അവൾ പക്ഷേ സമ്മതിച്ചില്ല. വല്ലാത്ത ചൂട് വരുമ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞ് നാശമാകുമെന്ന് അവൾ പറഞ്ഞു. ലച്ചു പിന്നീട് അവളെ നിർബന്ധിക്കാനും തുനിഞ്ഞില്ല. എന്തൊക്കെയോ കുറേ ഫെയർനെസ് ക്രീമുകളൊക്കെ വാരി തേച്ചുകൊണ്ട് ചുണ്ടിൽ കടും ചുവപ്പ് നിറമുള്ള ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് മുടി നന്നായി അയൺ ചെയ്ത് അതിലേക്ക് മുല്ലപ്പൂവും ചൂടി ലച്ചു നല്ല സുന്ദരിയായി മോഡേൺ ലുക്കിലാണ് അണിഞ്ഞൊരുങ്ങിയത്. എന്നാൽ ദേവു ആകട്ടെ അതിന് നേരെ വിപരീതവും. പിന്നിയ മുടിയിലേക്ക് കുറേയേറെ മുല്ലപ്പൂവ് അവൾ ചൂടി. അല്പം പൗഡർ മാത്രമേ അവൾ ഇട്ടിരുന്നുള്ളൂ. ലച്ചു തൻ്റെ ക്രീമുകളൊക്കെ അവൾക്ക് നേരെ നീട്ടിയെങ്കിലും അവൾ അതൊന്നും വാങ്ങിയില്ല. ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും അലർജി വരില്ല ലച്ചു ചേച്ചി? മനസ്സിലുണ്ടായിരുന്ന വ്യഥ ലച്ചുവിനോട് പങ്കുവെച്ചു. താൻ എത്രയൊക്കെ നിർബന്ധിച്ചാലും ദേവു അതൊന്നും കേൾക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ലച്ചു കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞില്ലേ പിള്ളേരെ നിങ്ങളുടെ ഒരുക്കം? നേരം വൈകുന്നു കേട്ടോ.
മുറിയിലേക്ക് വന്നു. ഞങ്ങൾ റെഡിയായമ്മേ, നമുക്കിറങ്ങാം. ദേവു അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടത്തെയും അനുജത്തെയും ധാവണിയുടുത്ത് നിറയെ മുല്ലപ്പൂവൊക്കെ വെച്ചു. നന്നായി അണിഞ്ഞൊരുങ്ങി അച്ഛനും അമ്മയുമായിട്ട് വിവാഹത്തിന് പോകാൻ തയ്യാറായി. ദേവൂട്ടി നിറം കുറഞ്ഞാലും സുന്ദരിയാണ്. പക്ഷേ ലച്ചു ആണെങ്കിൽ അതീവ സുന്ദരിയും. നീലിമ പൊന്നിൽ കുളിച്ച് ഒരു ദേവതയെപ്പോലെ ശോഭിച്ചു. ലച്ചുവിൻ്റെ കണ്ണുകൾ തിരഞ്ഞത് അശോകിലായിരുന്നു. അശോക് എവിടെ ബാലകൃഷ്ണ? ഇന്നലെ വന്നിട്ടും കണ്ടേയില്ല. മാധവ വാര്യർ ചോദിച്ചപ്പോൾ അശോക് മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ. റെഡിയാവുകയായിരുന്നു. അശോക് അവരുടെ അരികത്തായി വന്നു നിന്നു. ക്രീം നിറമുള്ള കുർത്തയണിഞ്ഞ് കസവും മുണ്ടുമെടുത്ത് നെറ്റിയിൽ ചന്ദനവും തൊട്ട് അവൻ തനി നാട്ടിൻ പുറത്തുകാരനായി. ലച്ചു അവനെ നോക്കി പുഞ്ചിരി തൂക്കി. ലച്ചുവിൻ്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാനേ അവന് കഴിയണില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു അവൾക്ക്. ഇപ്പം തന്നെ നിന്നെയും കൊണ്ട് ബാംഗ്ലൂർ പറക്കട്ടെ. ഇടയ്ക്ക് വീണ് കിട്ടിയ നിമിഷത്തിൽ അവൻ ലച്ചുവിനോട് കാതൽ മന്ത്രിച്ചു. നാണത്തോടെയുള്ളൊരു നോട്ടമായിരുന്നു അവൾ മറുപടിയായി അവന് നൽകിയത്. അടുത്ത വരവിന് നമ്മുടെ കാര്യം വീട്ടിൽ പറയണമെന്നും വിവാഹം നടത്തണമെന്നുമൊക്കെ ഇന്നലെ അശോക് അവളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിലാണ് ലച്ചു. വൈകാതെ അവൾക്ക് കല്യാണാലോചന തുടങ്ങുമെന്ന് ഏകദേശം അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തുടങ്ങി. നീലിമയുടെ വിവാഹം കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല താനും. നീലിമയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായി അവളുടെ പിന്നിൽ ലച്ചുവും ദേവവും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ ലച്ചുവും മാത്രമായിരുന്നു. ഒരുപക്ഷെ കല്യാണ പെണ്ണിനേക്കാൾ കൂടുതലായി ആളുകൾ ശ്രദ്ധിച്ചത് ലച്ചുവിനെയായിരുന്നു. ഇടയ്ക്കൊക്കെ അശോകിന് ഇത്തിരി ദേഷ്യം തോന്നി. അവൻ അവളുടെ കൈമുട്ടിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. അശോകേട്ടാ, നീ ധാവണിയൊക്കെ ചുറ്റിരിക്കുന്നത് ശരിയായിട്ടാണോ? അവളുടെ കാതിൽ അവൻ മെല്ലെ ചോദിച്ചു. അതേലോ, എന്തേ? അവൾ തൻ്റെ ഇടുപ്പിൽ ഇടതുവശത്തേക്ക് ഇടം കൈ വെച്ച് തപ്പി നോക്കി. ഏയ് ഒന്നുമില്ല, ആളുകളുടെയൊക്കെ നോക്കട്ടം കണ്ടിട്ട് ചോദിച്ചു പോയതാ. അവൻ പല്ലി ഞെരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. നന്ദനാണ് ഏറ്റവും കൂടുതൽ ലച്ചുവിനെ നോക്കിക്കൊണ്ട് നിന്നത് എന്നുള്ള കാര്യം അശോകിന് മനസ്സിലായി. ലച്ചു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവന് തോന്നി. എത്രയും പെട്ടെന്ന് തങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയേ തീരൂ, അശോക് ഉറപ്പിച്ചു. താലികെട്ടും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നീലിമയാകം അടുത്തു പോയിരുന്നു. സദ്യ കഴിക്കുവാനായിരുന്നപ്പോൾ ലച്ചുവാണെങ്കിൽ അശോകിൻ്റെ വലതുവശത്തായി ഇരുന്നു. അവരുടെ ഇരിപ്പിലും നടപ്പിലും ഒന്നും ആർക്കും അസ്വാഭാവികത ഒട്ടും തോന്നിയില്ല. 3 മണിക്കായിരുന്നു പെണ്ണും ചെക്കനും കൂടി ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെടേണ്ട സമയം. ഇറങ്ങാൻ നേരത്ത് നീലിമ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് വിതുമ്പി. അവസാനം അശോകിൻ്റെ അടുത്തെത്തിയതും ഏട്ടനെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു പോയിരുന്നു. അത് കണ്ടപ്പോൾ അവിടെ കൂടിയവർക്കെല്ലാം കണ്ണു നനഞ്ഞു. ഒടുവിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അച്ഛൻ്റെയും അമ്മയുടെയും പാദം നമസ്കരിച്ചുകൊണ്ട് അവൾ ഭർതൃഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു. വിവാഹം കഴിഞ്ഞ് തിരിച്ചു മാധവ വാര്യരും കുടുംബവും വീട്ടിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നീലുവിൻ്റെ കല്യാണവും കഴിഞ്ഞു. എത്ര ദിവസത്തെ ഒരുക്കങ്ങളായിരുന്നു അല്ലേ? ലച്ചു എല്ലാവരോടുമായി പറഞ്ഞു. ഇനി ചേച്ചിയുടെ കല്യാണമാണ് നമുക്ക് അടുത്ത ആഘോഷം, അല്ലേ അമ്മേ? അന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം, ദേവു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു.